വൃത്തത്തെ 12 തുല്യ ഭാഗങ്ങളാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ കോണളവും 30 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ വൃത്തം മുഴുവൻ 360 ഡിഗ്രി എന്ന് നമുക്ക് ലഭിക്കും. ക്ലോക്കിലെ ചോദ്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 3 മണിയാണ് തന്നിരിക്കുന്നത്. 3 മണിക്ക് 3നും 12നും ഇടയിൽ 3 തുല്യ ഭാഗങ്ങളാണുള്ളത്. ഓരോ കോണളവും 30 ഡിഗ്രിയാണ്. 3 × 30 = 90 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. 7 മണിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. 7 മുതൽ 12 വരെ 5 തുല്യ ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ 5 × 30 = 150 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. 4:10 ആണ് സമയം തന്നിരിക്കുന്നത്. 2നും 4നും ഇടയിലാണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും. അപ്പോൾ 2 തുല്യ ഭാഗങ്ങൾ 2 × 30 = 60 ഡിഗ്രി എന്ന് ലഭിക്കും. കൂടാതെ 4നും 5നും ഇടയിലാണ് മണിക്കൂർ സൂചി. അപ്പോൾ ആ ഒരു കോണളവും കൂടി കണ്ടെത്തണം. മണിക്കൂർ സൂചി 4ൽ നിന്നും 5ലേക്ക് എത്ര നീങ്ങിയിട്ടുണ്ടെന്ന് അറിയണം. മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രിയാണ് നീങ്ങുന്നത്. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 60 മിനിറ്റിൽ 30 ഡിഗ്രി, 30 മിനിറ്റിൽ 15 ഡിഗ്രി, നേർപകുതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റിൽ 5 ഡിഗ്രിയാണ് നീങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യം നമുക്ക് ലഭിച്ചത് 60 ഡിഗ്രി എന്നായിരുന്നു. അതിൻ്റെ കൂടെ ഈ 5ഉം കൂടെ കൂട്ടിയാൽ 4:10 ആകുമ്പോൾ ക്ലോക്കിലെ കോണളവ് 65 ഡിഗ്രി ആയിരിക്കും. ക്ലോക്കിലെ സമയം 9:30. 9നും 6നും ഇടയിൽ 3 തുല്യ ഭാഗങ്ങൾ. അപ്പോൾ 3 × 30 = 90 ഡിഗ്രി എന്ന് ലഭിക്കും. ക്ലോക്കിൽ നോക്കിയാൽ അറിയാം 9നും 10നും ഇടയിലാണ് മണിക്കൂർ സൂചി. മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രിയാണ് തിരിയുന്നത്. ഇവിടെ 9:30 എന്ന് പറയുമ്പോൾ 30 മിനിറ്റാണ്. 30 മിനിറ്റിൽ അതിൻ്റെ പകുതി 15 ഡിഗ്രി ആയിരിക്കും നീങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ കോണളവ് ആദ്യം ലഭിച്ചത് 90 ഡിഗ്രി. അതിൻ്റെ കൂടെ ഈ 15ഉം കൂടെ കൂട്ടണം. അപ്പോൾ 90 + 15 = 105 ഡിഗ്രി എന്ന് ലഭിക്കും. ക്ലോക്കിലെ സമയം 2:20. 2നും 4നും ഇടയിൽ 2 തുല്യ ഭാഗങ്ങൾ. 2 × 30 = 60 ഡിഗ്രി എന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും. എന്നാൽ 2ൻ്റെയും 3ൻ്റെയും ഇടയിലാണ് മണിക്കൂർ സൂചി. മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രിയാണ് തിരിയുന്നത്. അരമണിക്കൂറിൽ 15 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റിൽ 10 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 60 ഡിഗ്രി ആയിരിക്കില്ല. 60 ഡിഗ്രിയിൽ നിന്നും എത്ര കുറയ്ക്കണം? 10 ഡിഗ്രി കുറയ്ക്കണം. അപ്പോൾ 2:20 ആകുമ്പോൾ ക്ലോക്കിലെ കോണളവ് 50 ഡിഗ്രി ആയിരിക്കും. 8:50 ആണ് ക്ലോക്കിലെ സമയം. 8നും 10നും ഇടയിൽ 2 തുല്യ ഭാഗങ്ങൾ. 2 × 30 = 60 ഡിഗ്രി എന്ന് വരും. പക്ഷേ 8നും 9നും ഇടയിലാണ് മണിക്കൂർ സൂചി. മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി ആണ് നീങ്ങുന്നത്. അരമണിക്കൂറിൽ 15 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 50 മിനിറ്റിൽ 25 ഡിഗ്രി നീങ്ങും. അപ്പോൾ ആദ്യം നമുക്ക് ലഭിച്ചത് 60 ഡിഗ്രി എന്നായിരുന്നു. അത് 60 മുഴുവനായിട്ടും വരുന്നില്ല. പകരം 60ൽ നിന്നും 25 കുറയ്ക്കണം. 60 - 25 = 35 ഡിഗ്രിയാണ് കോണളവ്. ക്ലോക്കിൽ സമയം 3:10. ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ 30 ഡിഗ്രി. കൂടാതെ 3നും 4നും ഇടയിലാണ് മണിക്കൂർ സൂചി. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 60 മിനിറ്റിൽ 30 ഡിഗ്രിയാണ് മണിക്കൂർ സൂചി നീങ്ങുന്നതെങ്കിൽ 10 മിനിറ്റിൽ 5 ഡിഗ്രി ആയിരിക്കും നീങ്ങുന്നത്. അപ്പോൾ 30ൻ്റെ കൂടെ ഈ 5ഉം കൂടെ കൂട്ടണം. 30 + 5 = 35 ഡിഗ്രി എന്ന് കിട്ടും. അതായത് 3:10 ആകുമ്പോൾ കോണളവ് 35 ഡിഗ്രി ആണ്. ക്ലോക്കിലെ സമയം 2:30. 2 മുതൽ 6 വരെ 4 തുല്യ ഭാഗങ്ങൾ. ഓരോ ഭാഗവും 30 ഡിഗ്രി വെച്ച് കണക്കാക്കിയാൽ 4 × 30 = 120 ഡിഗ്രി എന്ന് ലഭിക്കും. 2 മുതൽ 6 വരെ നോക്കിയാൽ 120 ഡിഗ്രി. പക്ഷേ മണിക്കൂർ സൂചി 2ൻ്റെയും 3ൻ്റെയും ഇടയിലാണ്. നമുക്കറിയാം മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രിയാണ് നീങ്ങുന്നത്. ഇവിടെ അരമണിക്കൂറാണ്, 2:30 എന്നുള്ള സമയം തന്നിരിക്കുന്നത്. അപ്പോൾ അരമണിക്കൂറാണ്. അരമണിക്കൂറിൽ 15 ഡിഗ്രിയാണ് നീങ്ങിയിട്ടുണ്ടാവുക.
അങ്ങനെ നോക്കുമ്പോൾ 120 ഡിഗ്രി അല്ല ഇവിടെ ആൻസർ വരുന്നത്. 2-ൽ നിന്നും കുറച്ച് താഴോട്ട് മണിക്കൂർ സൂചി നീങ്ങിയിട്ടുണ്ട്. അത് 15 ഡിഗ്രി ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ വരുമ്പോൾ 120-ൽ നിന്നും 15 ഡിഗ്രി കുറയ്ക്കണം. 120 - 15 = 105 ഡിഗ്രി എന്ന് ലഭിക്കും. 2:30 ക്ലോക്കിൽ ആകുമ്പോൾ കോണളവ് 105 ഡിഗ്രി ആയിരിക്കും. അടുത്ത ചോദ്യം, 3:40 ആണ് ക്ലോക്കിലെ സമയം. 3 മുതൽ 8 വരെ 5 തുല്യ ഭാഗങ്ങളാണുള്ളത്. 5 × 30 = 150 ഡിഗ്രി എന്ന് വരും. പക്ഷേ 3-ൻ്റെയും 4-ൻ്റെയും ഇടയിലായിട്ടാണ് മണിക്കൂർ സൂചി. മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രിയാണ് നീങ്ങുന്നത് എങ്കിൽ 40 മിനിറ്റിൽ 20 ഡിഗ്രി ആയിരിക്കും നീങ്ങിയിട്ടുണ്ടാകുക. അങ്ങനെ നോക്കിയാൽ 150 ഡിഗ്രി വരില്ല. അതിൽ നിന്നും ഈ താഴോട്ട് നീങ്ങിയിരിക്കുന്ന 20 ഡിഗ്രി നമ്മൾ കുറയ്ക്കണം. 150 - 20 = 130 ഡിഗ്രി എന്ന് ലഭിക്കും. അതായത് 3:40 ആകുമ്പോൾ ക്ലോക്കിലെ കോണളവ് 130 ഡിഗ്രി ആയിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മണിക്കൂർ സൂചി 60 മിനിറ്റിൽ 30 ഡിഗ്രിയാണ് നീങ്ങുന്നത്. അതായത് നേർപകുതി. അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം ഓരോ ചോദ്യത്തിൻ്റെയും ആൻസർ കണ്ടെത്തുവാൻ.